ഒരുപാട് ആളുകളെ അലട്ടുന്നൊരു പ്രശ്നമാണ് ഇൻസോംനിയ അഥവാ ഉറക്കമില്ലായ്മ. ഒരുപാട് ആളുകൾ ഇത് കാരണം ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് വരെ പോകുന്ന കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. വർക്ക് പ്ലേസിൽ വരുന്ന സ്ട്രെസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ വരുന്ന സ്ട്രെസ് ഉണ്ടാവാം, ടെൻഷൻസ് ഉണ്ടാവാം. അതൊക്കെ തന്നെ ഉറക്കമില്ലായ്മയിലോട്ട് നയിക്കാറുണ്ട്. ഈ വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉറക്കം കിട്ടില്ല രാത്രി, അല്ലെങ്കിൽ ഉറക്കം പ്രോപ്പർ ആവില്ല. ശരീരത്തിനകത്ത് അമിതമായിട്ട് വെയിറ്റ് ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക? നമുക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റില്ല, നമ്മുടെ ഹാർട്ടിൻ്റെ ഫങ്ഷൻസ് കുറയാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങൾ വരാം, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ രക്തത്തിനകത്ത് ഷുഗർ കൂടുതലായിട്ട് നിൽക്കാം, അതുകൊണ്ട് നിങ്ങൾക്ക് ഡയബറ്റീസ് പോലെയുള്ള കണ്ടീഷൻസ് വരാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഒരുപാട് ആളുകളെ അലട്ടുന്നൊരു പ്രശ്നമാണ് ഇൻസോംനിയ അഥവാ ഉറക്കമില്ലായ്മ. ഒരുപാട് ആളുകൾ ഇത് കാരണം ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് വരെ പോകുന്ന കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഉറക്കമില്ലായ്മയ്ക്ക് കാരണങ്ങൾ പലതാണ്. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആൻസൈറ്റിയുടെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കണ്ട് പേടിച്ചിട്ട് അവർക്ക് ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് കാരണം അവർക്ക് രാത്രി ഉറക്കം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഇപ്പം അവരുടെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അതാണ് സ്ട്രെസ്സ്. വർക്ക് പ്ലേസിൽ വരുന്ന സ്ട്രെസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ വരുന്ന സ്ട്രെസ് ഉണ്ടാവാം, ടെൻഷൻസ് ഉണ്ടാവാം. അതൊക്കെ തന്നെ ഉറക്കമില്ലായ്മയിലോട്ട് നയിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെ കുറച്ച് ബാഡ് ഹാബിറ്റ്സുകളൊക്കെ ഉണ്ട്. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കഫിനേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്കുകളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുക കൂടുതലായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ സ്ക്രീൻ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഹെവി മീൽസൊക്കെ ഉറങ്ങുന്നതിന് കുറച്ച് മുൻപായിട്ട് ഹെവി മീൽസൊക്കെ കഴിക്കാം. അങ്ങനെ ഒരുപാട് കുറച്ച് ഹാബിറ്റ്സുകളിലും നമുക്ക് ചേഞ്ചസ് വരാറുണ്ട്. അതും ഈ ഒരു ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാവാറുണ്ട്. അപ്പം നല്ലൊരു റൂട്ടീൻ നമ്മൾ കീപ്പ് ചെയ്യണം. ഓൾറെഡി നമ്മൾ പറയുന്ന കാര്യമാണ് ഈ സിർക്കാഡിയൻ റിതം, അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക് നമ്മുടെ ബോഡിയിലുള്ളത്. അത് കറക്റ്റായിട്ട് പോകണമെങ്കിൽ നമ്മളൊരു റൂട്ടീൻ കീപ്പ് ചെയ്ത് പോകണം. അപ്പം ഉറക്കമില്ലായ്മയ്ക്ക് ഒരു റീസണാണ് ചിലപ്പം നിങ്ങൾ ഒരു പുതുതായിട്ടൊരു പ്ലേസിലൊക്കെ എത്തുന്ന സമയത്ത് അവിടെ നമുക്ക് ഉറക്കം കിട്ടാൻ ഇച്ചിരി പാടാണ്. പക്ഷേ നമ്മൾ അവിടെ അങ്ങോട്ട് ഹാബിറ്റേറ്റഡ് ആയിട്ട് ആ പ്ലേസിൽ നമ്മളങ്ങോട്ട് നിൽക്കുന്ന സമയത്ത് അതങ്ങ് വന്നോളും. പക്ഷേ ചില ആളുകൾക്കുണ്ട് ഈ വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉറക്കം കിട്ടില്ല രാത്രി, അല്ലെങ്കിൽ ഉറക്കം പ്രോപ്പർ ആവില്ല. കുറച്ച് ഉറങ്ങും, ഒരു 2 മണിക്കൂർ ഉറങ്ങും, എഴുന്നേൽക്കും, പിന്നെ കുറച്ചൊരു അരമണിക്കൂർ ഫോണിൽ കളിക്കണം ഒന്ന് ഉറങ്ങണമെങ്കിൽ, പിന്നെ വീണ്ടും കിടന്നുറങ്ങും, ഇൻ ബിറ്റ്വീൻ എഴുന്നേൽക്കും. അതൊക്കെ വൈറ്റമിൻ ഡിയുടെ കുറവും കൂടി ആവാം. അയൺ കുറയുന്ന സമയത്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ നിങ്ങൾ നോക്കണം. ഉറക്കമില്ലായ്മയ്ക്ക് കാരണങ്ങൾ എന്ന് പറയുന്നത് പലതാണ്. നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല, അതിന് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പം നിങ്ങൾക്കൊരു ഉറക്കം കിട്ടണമെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ബോഡിക്ക് പകൽ സമയത്ത് അമിതമായിട്ടുള്ള ക്ഷീണം വരുന്നുണ്ടോ, ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, വിശപ്പില്ലായ്ക, ഇത്തരം ഫീലിങ്സൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടോ നോക്കണം. പനിക്കുന്ന പോലെ തോന്നുക, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു അയൺ കുറയുന്ന സമയത്ത് ആളുകൾ കാണിക്കും. ബോഡിയിൽ ഭയങ്കര തണുപ്പ് പോലെ, പനിക്കുന്ന പോലെ, വിറയൽ തോന്നുക, അതൊക്കെ അയണിൻ്റെ കുറവ് മൂലം വരും. അപ്പോൾ അതും നമുക്കൊരു ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാവാറുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ സപ്ലിമെൻറ്റ് ടാബ്ലറ്റിലോട്ടൊക്കെ പോകേണ്ടി വരും. അതുകൊണ്ട് അയൺ റിച്ച് ആയിട്ടുള്ള മത്സ്യങ്ങൾ, മാംസങ്ങൾ, അതുപോലെ തന്നെ റാഗി, പൊമോഗ്രാനേറ്റ്, ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് എന്ത് ചെയ്യണം, കൂടുതലായിട്ടും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡുമായിട്ട് വളരെയധികം കണക്റ്റഡാണ്. അപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പലർക്കും ആ ഒരു പ്രശ്നം കാരണം രാത്രി ഉറക്കം പ്രോപ്പർ ആവില്ല, ഉറങ്ങുമായിരിക്കും അവർ, ചിലപ്പം ഇൻ ബിറ്റ്വീൻ ആ ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ അവരിൽ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം കിട്ടാത്ത ആളുകളുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ചെക്ക് ചെയ്യണം, അത്തരം പ്രശ്നങ്ങളുണ്ടോയെന്ന്. പിന്നെ മറ്റെന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട്, ഇപ്പോൾ ഫാറ്റി ലിവർ, അമിതവണ്ണമുള്ള ആളുകൾക്ക് അവർക്ക് ഈ ചെസ്റ്റ് ബോഡിയിലൊക്കെ മൊത്തം എന്തായിരിക്കും, കൊഴുപ്പായിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് അവർക്ക് ശ്വാസം എടുക്കാൻ പോലും ഉറങ്ങുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അവർക്ക് ശ്വാസതടസ്സം പോലെ വരികയും ഒരു കൂർക്കം വലി പോലെയൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഉറക്കമില്ലായ്മ. അപ്പോൾ പകൽ സമയത്ത് അവർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. ഈ രാത്രി ഈ ശ്വാസതടസ്സം വന്നിട്ട് ഉറക്കം കിട്ടാത്ത ആളുകൾക്ക് പകൽ ഭയങ്കര ക്ഷീണം, കോട്ടുവായിടുക, അതെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം. വെയിറ്റ് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മാക്സിമം വെയിറ്റ് കുറയാനുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കണം. ശരീരത്തിനകത്ത് അമിതമായിട്ട് വെയിറ്റ് ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക, നമുക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റില്ല, നമ്മുടെ ഹാർട്ടിൻ്റെ ഫങ്ഷൻസ് കുറയാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങൾ വരാം, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ രക്തത്തിനകത്ത് ഷുഗർ കൂടുതലായിട്ട് നിൽക്കാം,
അതുകൊണ്ട് നിങ്ങൾക്ക് ഡയബറ്റീസ് പോലുള്ള കണ്ടീഷൻസ് വരാം. അപ്പോൾ വെയിറ്റ് കൂടുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. അത് കുറച്ചെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നൊരു കാര്യമാണ്. നല്ലൊരു ഡയറ്റ് എടുത്തിട്ട് വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കുറച്ചെടുക്കാൻ സാധിക്കും. ഇപ്പം ഇൻസോംനിയ ഉള്ള ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യം, ഒന്ന് വൈറ്റമിൻ ഡിയും അയണും ഒക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ കീപ്പ് ചെയ്യുക. അതായത് നിങ്ങളുടെ റൂമൊക്കെ എപ്പോഴും നല്ല ക്ലീൻഡായിട്ട് സെറ്റായിട്ട് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ റൂം ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഉറങ്ങുന്നതിന് കുറച്ച് മുൻപായിട്ട് തന്നെ ഒന്ന് ബാത്ത് ചെയ്യുക, കുളിക്കുക. അത് നല്ലൊരു ഉറക്കത്തിന് ഹെൽപ്പ് ചെയ്യും. ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഉറങ്ങുന്നതിന് കുറച്ച് മുൻപ് തന്നെ ചെയ്യണമെന്നില്ല. അതിപ്പോൾ ഒരു ദിവസം എപ്പം വേണമെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും രാത്രി നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടും. പിന്നെ കൂടുതൽ സ്ക്രീൻ ടൈം യൂസ് ചെയ്യാതിരിക്കുക. ഈ ഉറങ്ങുന്നതിൻ്റെ 2 മണിക്കൂറൊക്കെ ഇങ്ങനെ മുൻപായിട്ട് അവരിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ആ ശീലങ്ങൾ ചില ആളുകളുണ്ട്, ഉറങ്ങണം എന്നുണ്ടാവും, ഉറക്കമൊക്കെ വരും, പക്ഷെ അവർ ഫോൺ എങ്ങനെയെങ്കിലും അവർക്ക് സ്ക്രോൾ ചെയ്ത് കുറേ വീഡിയോസ് കാണണം. അങ്ങനെയുള്ള ആളുകളുണ്ട്. അവർക്കും ഈ ഉറക്കം വലിയ പ്രശ്നമാണ്. അതൊക്കെ ഒന്ന് ശീലങ്ങൾ മാറ്റി നിങ്ങൾ എടുക്കുക, റൂട്ടീൻസൊക്കെ ചേഞ്ച് ആക്കി എടുക്കുക. പിന്നെ ഭക്ഷണമൊക്കെ നേരത്തെ കഴിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക. ഇതൊക്കെയാണ് നല്ലൊരു ഉറക്കം കിട്ടാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരു പാൽ കുടിക്കുന്നതൊക്കെ നമുക്ക് നല്ലൊരു ഉറക്കത്തിന് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കുക, നേന്ത്രപ്പഴം കഴിക്കുക, പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, ഒക്കെ നമുക്ക് നല്ലൊരു സ്ലീപ്പ് തരുന്നതിന് ഹെൽപ്പ് ചെയ്യും. ചില ആളുകൾ മഗ്നീഷ്യം കണ്ടൻ്റ് ഉള്ളതൊക്കെ കഴിക്കാറുണ്ട്, ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കാറുണ്ട് ഉറക്കമില്ലായ്മയ്ക്കൊക്കെ. അപ്പോൾ അതൊന്നും ഒരുപാട് കാലം കഴിക്കരുത്. നമ്മളത് ഭക്ഷണത്തിലൂടെ മഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കാം എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് ഉറക്കമില്ലായ്മയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക്, അതായത് ഉറക്കമില്ലായ്മയ്ക്കൊന്നും നമുക്ക് ഒരുപാട് കാലമൊന്നും മെഡിസിൻസ് ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലിമിറ്റഡ് ടൈമിൽ കഴിച്ചു കഴിയുമ്പം പിന്നെ നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസുകൾ, പ്രോട്ടീൻസ് മാറ്റങ്ങൾ വരുത്തുക, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരിക, ഇതിലൂടെയൊക്കെ തന്നെ ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഇപ്പം ബുദ്ധിമുട്ടാണ്, അപ്പോൾ നിങ്ങൾക്കൊരു കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.